ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ പൊട്ടിപ്പോയി. നിങ്ങളുടെ പൊട്ടാതെ നിങ്ങൾ നോക്കാട്ടോ. അതിനായിട്ട് ഈ ഐറ്റം ഉണ്ടാക്കാൻ 3 മുട്ട എടുത്ത് ഒരു ബൗളിലോട്ട് ഒന്ന് പൊട്ടിച്ചിടുക. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലോണം അങ്ങട് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം പതഞ്ഞിങ്ങനെ പൊങ്ങി വരണം ട്ടോ. ഹൈദരാബാദിലൊക്കെ വൈറലായിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നന്നായിട്ട് ഒന്ന് പതപ്പിച്ചങ്ങട് അടിച്ചെടുക്കുക. ദാ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബൗളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും ട്ടോ. അപ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അല്പം മാത്രം ഓയിൽ ഒഴിച്ചിട്ട് നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ നല്ല മടക്ക് മടക്ക് പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ മാത്രമേ തീ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് സാധനം കരിഞ്ഞു പോകും കേട്ടോ. പയ്യെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി ഒന്ന് പയ്യെ ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പയ്യെ ഒന്ന് മറിച്ചിടുക. എന്നെപ്പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് മറിച്ചിട്ടാൽ പൊട്ടിപ്പോകും. എന്നാലും സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, കാര്യം വളരെ സിമ്പിളാണ്. ഒരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ തൂകിയിട്ട് ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നോർമൽ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഒരു സ്പോഞ്ച് ടൈപ്പൊക്കെയാണ് തിരിക്കുന്നത്. അതേപോലെ ഉള്ളിൽ കുറേ ഇങ്ങനെ ലെയർ ലെയർ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എന്തായാലും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക.